തിരുവോണ ദിനത്തിൽ ചലച്ചിത്ര താരം കുടശനാട് കനകമാണ് നമ്മോടൊപ്പമുള്ളത്. പന്തളത്തിന് സമീപമാണ് കുടശനാട് എന്ന സ്ഥലം. ഇപ്പോൾ നമുക്ക് കാണാം വീടിന്റെ മുൻവശത്ത് പൂക്കളം ഒരുക്കുന്ന തിരക്കിലാണ് കുടശനാട് കനകം ചേച്ചി. ചേച്ചി നമസ്കാരം. നമസ്കാരം. തിരുവോണ ദിനമാണ്, പൂക്കളം ഗംഭീരമായിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടി പൂക്കളൊക്കെ? പൂ ഇന്നലെ ഞാനേ നല്ലിലെയൊക്കെ പിന്നെ 2 അനാഥ മന്ദിരത്തിൽ ഒക്കെ പോലീസ് സ്റ്റേഷനിലും പിന്നെ പുടവ കൊടുക്കാൻ അനാഥർക്കൊക്കെ അശരണരായവർക്ക് സഹായഹസ്തം അത് നമ്മുടെ സിബി നെല്ലിലെയും കുറേ സുഹൃത്തുക്കളും എല്ലാ വർഷവും കൊടുക്കുന്ന എന്നെ കൊണ്ടാണ് അത് കൊടുപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാനാണ് പോയത്. പോയിട്ട് വരുന്ന വഴി പിന്നെ കൊട്ടാരക്കര വന്നപ്പോൾ ഞാൻ പൂക്കളം ഇത് കുറച്ച് പൂ വാങ്ങിച്ചു. എൻ്റെ ആദ്യത്തെ ഓണമല്ല എൻ്റെ പുതിയ വീടിൻ്റെ. ഈ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഓണമാണ് കേട്ടോ, കുടശനാട് കനകം ചേച്ചിയുടെ സ്വന്തം വീട്. ആദ്യത്തെ ഓണമാണ്. ഈ നമ്മൾ പഴയ കാലത്തൊക്കെ തൊടികളിൽ നിന്ന് പൂക്കൾ കിട്ടുന്ന ആ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പറമ്പിൽ നിന്നൊക്കെ പൂക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എങ്ങും ആ പൂക്കൾ കാണാനല്ലോ. കൊച്ചുകുട്ടികളൊക്കെ പഴയ കാലത്തിന്റെ ആ ഓണത്തിന് പ്രകൃതിക്ക് പോലും വല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. മറ്റേ കാലവർഷം ഓരോ ഘട്ടമായിട്ട് തിരിക്കും നമ്മളെ പ്രകൃതിയെ. വർഷകാലം, വേനൽക്കാലം, ഇങ്ങനെ. ഇപ്പോഴങ്ങനെ ഒന്നുമില്ല. കാരണം ഭൂമിയുടെ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടത് കൊണ്ട് അതിങ്ങനെ ചെന്നിച്ചെതറി എപ്പോഴൊക്കെയാണ് വരുന്നതെന്ന് അറിയത്തില്ല നമുക്ക്. അതുപോലെ പൂക്കളും മറ്റേ അത്ത ഉദിച്ചാൽ പിന്നെ ആ 10 ദിവസം എന്തോ ഓണത്തിൻ്റെ വെയിൽ തന്നെ കാണാൻ എന്ത് പ്രഭയാണ്. പൂത്തുമ്പികളും ചിത്രശലഭങ്ങളെപ്പോലും കാണാൻ വിരളമായിപ്പോൾ. മറ്റേ ആ പറന്ന് നമ്മുടെ മുറ്റത്തെ ചെടികളിലൊക്കെ ഇങ്ങനെ വന്നിരുന്ന് എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം വന്നു കഴിഞ്ഞ് നട്ടതായത്. എന്നാലും 50 വർഷത്തോളം നാടകത്തിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഈ നാടകം എന്നൊക്കെ അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ അഭിനയം, പാട്ട്, നൃത്തം, ഇതെല്ലാം അങ്ങനെ ആ ഒരു കലയുടെ ആ കഴിവ് കൂടി വേണമല്ലോ. ഒരു ഓണപ്പാട്ടൊന്ന് പാടാമോ? മാവേലി നടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങിൽ മറ്റൊന്നുമില്ല. അത് പഴയ ഓണം. ഈ പഴയ ഓണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ആ കാലത്തൊക്കെ അമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഓണം? ഓണം അത് നമ്മൾ മാതാപിതാക്കളോടൊപ്പമുള്ള ആ ഓണം. നമ്മുടെ ജോലിയെന്ന് പറയുന്നതേ അവർ വീട്ടിലിങ്ങനെ മക്കൾക്ക് തരാനുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കുമ്പോൾ കുട്ടികളെയും വിളിച്ച് എൻ്റെ സഹോദരങ്ങളുടെ മക്കളെയൊക്കെ വിളിച്ച് പൂക്കളൊക്കെ ഇർത്ത് അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മുടെ ചെടികളിൽ നിന്നൊക്കെ തന്നെ പറിച്ചെടുക്കാവുന്ന ഒരു എണ്ണക്കടന്തലിൻ്റെ പൂവുണ്ട്, ഒരു വയലറ്റ് കളറ്. ഇപ്പോൾ അത് കാണാൻ പോലും ഇല്ല. അന്നൊക്കെ ഇങ്ങോട്ട് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് മുറ്റമൊക്കെ വൃത്തിയാക്കുക, അത്തപ്പൂടുക, കുഞ്ഞുങ്ങളെ കളിപ്പിക്കുക, ഇതൊക്കെയാണ്. മുറ്റത്ത് തന്നെ ഒരു 10 ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് ഉച്ചയൂണും കഴിഞ്ഞ് ഞങ്ങളൊക്കെ കൂടെ നാടകമില്ലാത്ത ദിവസങ്ങളിൽ അങ്ങോട്ട് കുറച്ച് മുകളിലെ പടിക്കലോട്ട് പോകും. അശുകൊശിലേ വെണ്ണുണ്ടോ ചെറുകോശാലം വെണ്ണുണ്ടോ, ആ കളിയൊക്കെ. ആ ഓണം ഹൃദയമായ ഓണം. മനസ്സിന് നല്ല റിലാക്സ് ആയിരുന്നു പഴയ ഓണം. അതിൻ്റെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഇന്ന്. പക്ഷേ ഇപ്പം എവിടെയാണ് ഓണമെന്നറിയാമോ? പ്രവാസികളിൽ മലയാളികൾ, പ്രവാസി മലയാളികൾ ഓണം ആഘോഷിക്കുന്ന കേട്ടറിയണം. അവിടുത്തെ ആഘോഷങ്ങളൊക്കെ എനിക്ക് ഇട്ട് തരാറുണ്ട് ഫോണിൽ. ഈ നാടകത്തിനൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ അന്ന് ഈ തിരുവോണത്തിൻ്റെ അന്നൊക്കെ നമ്മൾ ഫ്രീ ആകാറുണ്ടോ? അല്ലെങ്കിൽ തിരുവോണത്തിൻ്റെ അന്നും നാടകം കളിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് ചിലപ്പോൾ വൈകിട്ട് റിഹേഴ്സൽ കഴിഞ്ഞ് ഫൈനൽ കഴിഞ്ഞ് ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ടായിരിക്കും നമ്മളെ വിടുന്നത്. ഉത്രാടത്തിൻ്റെ അന്ന് മാത്രം വീട്ടിൽ വരും. വന്ന് ഓടി മാതാപിതാക്കളുടെ ഒക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞ് വന്ന് കിടന്ന് നമ്മളൊരു കഷ്ടപ്പാടിയിലുണ്ട്. അവിടെയും കഷ്ടപ്പാട്, ഇവിടെയും കഷ്ടപ്പാട്. എന്നിട്ട് തിരുവോണം കൊണ്ടിട്ട് അപ്പോഴേ പോവാ. അത്ത ഉദിച്ചു കഴിഞ്ഞാൽ മിക്ക ദിവസവും നാടകങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ചില വർഷമേ ഉള്ളൂ റിഹേഴ്സൽ താമസിച്ച ഓണത്തിനുള്ള. അത് അന്നേ നാടകം ഓണം അത്ത ഉദിച്ചാൽ പിന്നെ ദിവസവും നാടകമാണ്. അന്നൊക്കെ 3 നാടകങ്ങളല്ലേ കളിക്കുന്നത്. 6 മണിക്കൊന്ന്, 10 മണിക്കൊന്ന്, 2 മണിക്കൊന്ന്, 3 നാടകങ്ങൾ മിക്കപ്പോഴും കളിച്ചിട്ടുണ്ട്. കുഞ്ഞുനാളിൽ ഓണക്കോടിയൊക്കെ കിട്ടുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അങ്ങനത്തെ ഓർമ്മ എന്താണ്? ഏറ്റവും ആദ്യം ഓണക്കോടി കിട്ടിയതും പിന്നീട് ഇങ്ങോട്ട് ഓണക്കോടികളൊക്കെ എല്ലാ ഓണത്തിനും കിട്ടുന്നതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പം എങ്ങനെയാണത്? ഓണക്കോടി ആ പുത്തനിടുമ്പോഴുള്ള ഒരു അനുഭവം
പ്രത്യേകിച്ച് അപ്പോൾ തന്നെ നമ്മൾക്കൊരു ഓണപ്പുടവ കിട്ടി കഴിയുമ്പോൾ തന്നെ ഓണമായി. എൻ്റെ ചേച്ചിമാരൊക്കെ എനിക്ക് വാങ്ങിച്ചു തരുന്നത്. ചേച്ചിമാർക്കൊക്കെ ജോലി ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെയാണ് കാർഷിക കോർപ്പറേഷനിലൊക്കെ ജോലിയായിരുന്നു. അവർ ഓണത്തിന് എനിക്ക് എടുത്തു തരും ചേച്ചിമാർ. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുള്ളത്. ജയ 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 ഹേ, ആ സിനിമയിലെ കഥാപാത്രം എല്ലാവരും ശ്രദ്ധിച്ചതാണ്. അത് കാണാത്ത ഒരു മലയാളികളിൽ ഒരുപക്ഷെ കാണില്ല. അത്രയ്ക്കും നല്ല ഇമ്പാക്റ്റ് ഉള്ളൊരു കഥാപാത്രമായിരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച സിനിമ ഏതാണ്? ഇപ്പൊ ഏതാ റിലീസ് ആകാൻ പോകുന്നത്? ഇനിയും നമുക്കിപ്പോൾ കൊണ്ടൽ ഓടിക്കൊണ്ടിരിക്കുന്ന, ഇനിയും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ സൂപ്പർ ജെമിനി എന്ന അനൂപ് പുരുഷോത്തം സംവിധാനം ചെയ്ത് മലയാളപ്പുഴ രാജേഷ് റിതം ക്രിയേഷൻസിൻ്റെ ബാനറിൽ ഇറക്കുന്ന സൂപ്പർ ജെമിനി. അതിനകത്ത് എനിക്ക് കുറേ ത്രൂ ഔട്ട് എനിക്ക് പ്രതീക്ഷയുള്ള ഒരു ക്യാരക്ടറാണ് കിട്ടിയേക്കുന്നത്. ഒരാഴ്ചക്കകം ഞങ്ങൾ അത് റിലീസാണ്. അതിൻ്റെ കാത്തിരിപ്പാണ് ഇപ്പോൾ. ഓണത്തിൻ്റെ ആഘോഷം മനസ്സിന് അതൊരു പക്വതയായിട്ട് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് ഈ ഓണക്കാലത്ത്, ഈ ഓണത്തിന്റെ സമയത്ത് ഇനിയും റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ ഒരു ആകാംക്ഷയാണ് അല്ലേ? ആകാംക്ഷയാണ്. തന്നെയുമല്ല, ഞങ്ങൾ കണ്ണൂർ, ഷൊർണൂർ, പത്തനംതിട്ട, റാന്നി എല്ലാം ഹയർ സെക്കൻഡറി സ്കൂളുകളിലും എല്ലാം ഞങ്ങൾ അടിച്ചു പൊളിച്ച് പ്രൊമോഷൻ ഇടുന്നു. ഞാനും ഉണ്ടായിരുന്നു, നമ്മുടെ കോബ്ര രാജേഷ്, ഞങ്ങളെല്ലാം ഞങ്ങളുടെ ടീംസ് മുക്കാലും ഉണ്ടായിരുന്നു. നമ്മുടെ ഡയറക്ടറും അദ്ദേഹം ഇവിടെ ഉണ്ട്. സിനിമയുടെ ഡയറക്ടർ ഉണ്ട്. ഉണ്ട്. നിങ്ങൾ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം അന്നേരം ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അമ്മയുടെ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. കുടുംബാംഗങ്ങളൊക്കെ എങ്ങനെയാണ്? എൻ്റെ മകന് പിന്നെ എപ്പോഴും വിളിക്കാൻ പറയുകയൊക്കെ ചെയ്യും. മോനും കുഞ്ഞുമേ ഉള്ളു നാട്ടിൽ. മിസ്സസ് അങ്ങ് ബഹ്റിനിലാണ്. ഇന്നലെ ഞങ്ങൾ കൊണ്ടൽ സിനിമ കാണാനും ഒന്നിച്ചാണ് പോയത്. അപ്പോൾ ഇന്ന് വരുന്നില്ല, ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോകാം. ഒരു വരാത്തതുകൊണ്ട് ഞാനും ഓണമൊന്നും ഒരുങ്ങിയില്ല. ഓണം എനിക്കിവിടെ എൻ്റെ ഒരു ആങ്ങളുടെ വീട്ടിലായിരുന്നു ഫുഡ്. ഓണസദ്യ ഇപ്പം അങ്ങോട്ട് പോയി കഴിക്കും. അവിടെ പോയി കഴിക്കുക. കാരണം ഈ ഓണമെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ വിഭവങ്ങളെല്ലാം ഒരുക്കി. ഞാൻ മെനഞ്ഞാന്ന് പായസമൊക്കെ വെച്ചു. തീയലെ പായസമൊക്കെ ഓണത്തിൻ്റേതായിട്ടുള്ളതെല്ലാം മെനഞ്ഞാന്ന് വെച്ചു. ഓണം ഒക്കെ കൊണ്ടു. ഇനിയിപ്പോൾ ഈ തിരുവോണമെന്ന് പറയുമ്പോൾ ഒരു കൂട്ടിനാരുമില്ലാത്ത ഒരു ഒറ്റ ഓണം എനിക്കത് കാരണം 8 മക്കളും അച്ഛനും അമ്മയും 10 പേര്, കുഞ്ഞിലേ മോലെ അങ്ങനെ കൂട്ടുകുടുംബം. പിന്നെ ഇന്നലെ നെടുമ്പന അനാഥാലയത്തിൽ നിന്ന് പാവപ്പെട്ടവരോടൊപ്പം ഇരുന്ന് ചോറുണ്ടപ്പോഴുള്ള ഒരു അനുഭൂതി നമ്മുടെ വീട്ടിൽ കിട്ടത്തില്ല. ഈ പഴയ കാലത്തൊക്കെ അന്നൊക്കെ വീടുകളിലൊക്കെ എല്ലാ ദിവസവും ഒന്നും വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയൊന്നുമില്ല. ഇപ്പോഴൊക്കെ എല്ലാ വീടുകളിലും ഇപ്പോൾ പട്ടിണിയൊന്നും ഇല്ലല്ലോ കേരളത്തിൽ, അങ്ങനെ നമുക്ക് പറയാനേ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഓണസദ്യക്ക് ഒരു പ്രത്യേക രുചിയായിരുന്നു അല്ലേ? അന്നത്തെ കാലത്ത് വാവും സംക്രമവും തിരുവോണവും ഒക്കെ മാത്രമേ നമ്മൾ കടന്നാളായിട്ട് ഒരുങ്ങുന്നുള്ളൂ. ഇന്നതല്ല. ഒരു വീട്ടിലും കൂലിപ്പണിക്ക് പോകുന്നിടത്താണ് ഏറ്റവും വലിയ ഓണം എല്ലാ ദിവസവും. അവർക്കൊരു ദാരിദ്ര്യവും ഇല്ലാത്തത്. അങ്ങനെ ഇപ്പോഴാണെങ്കിൽ ഈ ഓണത്തിന് ഒരു പ്രത്യേക ഒരുക്ക് അല്ലെങ്കിൽ തിരുവോണത്തിനൊരു ഒരുക്കൊന്നും വേണ്ട. എല്ലാ ദിവസവും ദാരിദ്ര്യം ഇല്ലാതെ എല്ലാം പരിപ്പും പപ്പടവും എല്ലാം കൂട്ടി എല്ലാവരും കഴിക്കുന്നത്. എന്നാലും പാവപ്പെട്ടവരുണ്ട് റോഡ് വക്കിൽ ഒക്കെ ഇപ്പോഴും. അവത്തങ്ങൾക്കൊക്കെ ഒരു നേരം അന്നം കൊടുക്കാനും അല്ലെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനും ഒക്കെ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഓണം. ഇപ്പോൾ പുതിയ സിനിമയുടെ സംവിധായകനാണല്ലേ കൂടെയുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്? കുടശനാട് കനകം ചേച്ചിയുടെ നിങ്ങൾ സംസാരിക്കുകയായിരുന്നു. പുതിയ സിനിമയെ പറ്റി നല്ല പ്രതീക്ഷയുണ്ട്. അമ്മേനത്ത് നല്ല പ്രാധാന്യമുള്ള റോളിൽ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഞാനും പ്രൊഡ്യൂസർ രാജേഷ് മലയാളപ്പുഴയും കൂടെ വരാനിരുന്നതാണ്. അമ്മയ്ക്ക് ഒരു ഓണക്കോടി ഞങ്ങളുടെ കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ എത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് വരാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സിനിമയിലെ പ്രായമായ ഒരു മുത്തശ്ശിയാണ്. അപ്പോൾ ആ ഒരു ആദരവ് ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ സിനിമയിൽ പറ്റി പറയുവാണെങ്കിൽ വളരെ മികച്ച ഒരു കഥാപാത്രമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഏതായാലും കുടശനാട് കനകം ചേച്ചിക്കൊരു ഓണാശംസ കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് സിനിമയുടെ സംവിധായകൻ തന്നെ എത്തിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, അത് ഏത് ലൊക്കേഷനിൽ ചെന്നാലും ജയജയഹേലെ അമ്മയാണ്. ആ ടീമിൻ്റെ മൊത്തം ഫുഡിൻ്റെ പ്രൊഡക്ഷനിൽ അവർ വരെ തന്നെ ആ അമ്മ നമ്മുടെ അമ്മ വന്നു. എങ്ങനെ ഇപ്പോൾ എത്ര 13 സിനിമ ഇത്. നാളെ ഒരെണ്ണത്തിന് പോകും, മറ്റന്നാളെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ദീപു കരുണാകരൻ സാറിൻ്റെ. ഈ ഡയറക്ടേഴ്സ് എല്ലാം അനു ഉൾപ്പെടെ അമ്മ എന്നെ വിളിക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കരമാണ് എനിക്ക്. ആ ലൊക്കേഷനിലെ അമ്മ നമ്മുടെ സിനിമയുടെ അമ്മയാണ്. എല്ലാവർക്കും എന്നോടൊരു പ്രത്യേക നമ്മുടെ സമീപനം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളോടും. നമ്മൾ ജാടയെടുത്ത് ഒരു സിനിമയ്ക്ക് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, അമ്മേ ഞാൻ പെട്ടെന്ന് അമ്മയെ രാത്രി വിളിച്ചത്. ഒരാളെ ഞാൻ വിളിച്ചു, പേര് ഞാൻ പറയുന്നില്ല.
അവർ വന്ന് നോക്കി വെച്ചു, ഇവിടെ വന്നോ സിനിമ എടുക്കുന്നേ, ഓ ഈ ലൊക്കേഷനൊക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. പാതിരാത്രിക്ക് എന്നെ വിളിക്കുന്നു, അമ്മയെ രക്ഷപ്പെടുത്തണം. അങ്ങനെ 1-2 സിനിമയ്ക്ക് ഞാൻ പോയി ചെയ്തു കൊടുത്തു. ജാട ഓക്സിജൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 3ൻ്റെ അന്ന് കാണാൻ കുണ്ടളപ്പുഴ ഞാൻ വയ്ക്കുന്നത്. നമ്മളെല്ലാവരും കുറച്ച് വർഷത്തിന് ശേഷം ഈ ഭൂമി ഈ കാണുന്ന നമ്മൾ ആരുമില്ല. ഇത് മനുഷ്യൻ മനസ്സിലാക്കണം ആദ്യം. അതായത് വിനയമാണ് എപ്പോഴും എല്ലാവർക്കും വേണ്ടത്. ഏറ്റവും വിനയവും ഗുരുത്വവും ഇല്ല. ജാട കാണിച്ചാൽ ആരും വകവെക്കത്തില്ല. ലൊക്കേഷനിലായാലും അതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ ജനിക്കുമ്പോൾ ജാടയായിട്ടല്ല ജനിക്കുന്നത്. പാവം ഒരു പിഞ്ചു കുഞ്ഞ് അമ്മയെന്ന് എന്ന് പറഞ്ഞ് കരഞ്ഞിറങ്ങി വരുന്ന ഒരു കുഞ്ഞിനെ പ്രകൃതിയിൽ നിന്ന് അവർ സ്വയം എടുക്കുന്ന ഹുങ്കാണ് ജാട. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഏതായാലും റിപ്പോർട്ടർ ടിവിയുടെ എല്ലാവിധ ഓണാശംസകളും നേരുന്നു. പറഞ്ഞോളൂ. ഒരു മോനെ, അത് അറിവ് ഉണ്ടായാൽ അഹങ്കരിച്ചാൽ അത് പോയിസണാണ്. അറിവുണ്ടായാൽ വിനയമുണ്ടായാൽ അത് അമൃതാണ്. അതാണ് നല്ല, അങ്ങനെയാണ്. നല്ല വാക്യം. അപ്പോൾ എല്ലാവിധ ഓണാശംസകളും നേരുന്നു. ഓണാശംസകൾ. റിപ്പോർട്ടർ ചാനലിനും ഇപ്പോൾ 2-3 പ്രാവശ്യം എന്നെ സന്ദർശിച്ചു. അതിനെനിക്ക് ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ റിപ്പോർട്ടർ ചാനലിനും മാവേലി മന്നനെ വരവേൽക്കുവാനായി അണിഞ്ഞൊരുക്കുന്ന മലയാളികൾക്കും എൻ്റെ ഓണാശംസകൾ. പ്രത്യേകിച്ചും ഞങ്ങളുടെ സൂപ്പർ ജിംനി വളരെ വിജയപ്രദമാകണമെന്ന് തൊട്ടടുത്ത് ഇനി ഇറങ്ങാനുള്ളത് അതാണ്. വിജയാശംസകൾ എല്ലാവർക്കും നേരത്തക്ക ഒരു സിനിമ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ പ്രേക്ഷകർ, എന്നെ ഉൾക്കൊണ്ട എൻ്റെ പ്രേക്ഷകർക്കും ഓണാശംസകൾ. തിരുവോണ ദിനത്തിൽ കുടശനാട് കനകം ചേച്ചി വളരെ ആഹ്ലാദവതിയാണ്. ജീവിതത്തിൽ വിനയം വേണമെന്നാണ് പറയുന്നത്. ഇന്ന് തിരുവോണ സദ്യ നാം ഇപ്പോൾ ഇത്രയും സംസാരിച്ച വീട്ടിലല്ല. ഒറ്റയ്ക്ക് തിരുവോണ സദ്യ കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് മറ്റുള്ള അയൽപ്പക്കത്തുള്ള ഒരു വീട്ടിൽ മറ്റുള്ള ആളുകളോടൊപ്പം, ബ്രദർ, അതെ, റിലേറ്റീവിനോടൊപ്പം തന്നെ അല്ലേ, റിലേറ്റീവിനോടൊപ്പം അവരുടെ ബന്ധുക്കളോടൊപ്പം ഇരുന്ന് തിരുവോണ സദ്യ കഴിക്കാൻ പോവുകയാണ് കുടശനാട് കനകം ചേച്ചി. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.